പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഗോപൻ സ്വാമിയെക്കുറിച്ചാണ്. ഗോപൻ സ്വാമിയുടെ കുടുംബം നേരിടുന്ന ആ ഒരു പരിഹാസത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരെ കളിയാക്കിക്കൊണ്ടുള്ള ധാരാളം റീൽസുകൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. ഒരുപാട് കമൻറ്റുകൾ കാണുന്നുണ്ട്. ഭൂരിഭാഗവും ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് അവരെ പരിഹസിക്കുന്നതും അവർക്കെതിരെ കമൻ്റ് ഇടുന്നതും അതിനെതിരെ വീഡിയോ ചെയ്യുന്നതും. ഹിന്ദു മതത്തിന് എതിരെയാണ് അവരുടെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ ഒരു സ്വാമി ഈ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ കാര്യങ്ങൾ എപ്പോഴും ഹിന്ദുക്കൾ തന്നെ സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അവരുടെ മറ്റ് മതസ്ഥർക്ക് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയില്ല. അപ്പം ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ആചാരങ്ങളെക്കുറിച്ച് പൂർണ്ണമായും അറിയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഹിന്ദുസ് തന്നെ ഈ ഗോപൻ സ്വാമിയെ അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തെ പരിഹസിക്കുന്നത് കണ്ട് ആ ഒരു ധൈര്യത്തിൽ ഞാനിവരെ പരിഹസിച്ചു കൊണ്ടൊരു വീഡിയോ ചെയ്യുകയോ കമൻ്റ് ഇടുകയോ ചെയ്താൽ അവിടെ ഞാനൊരു മുസ്ലിം ആയതിൻ്റെ പേരിൽ ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റ് അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട മറ്റ് ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർക്കെതിരെ മറ്റു മതത്തിൽപ്പെട്ട അതായത് ക്രൈസ്തവ സഹോദരി സഹോദരന്മാരും മുസ്ലിം സഹോദരി സഹോദരന്മാരും ഇവർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. കാരണം അവരുടെ മതം അവരുടെ കാര്യം അത് അവർ അതിനകത്ത് വെച്ച് തന്നെ പരിഹരിക്കട്ടെ എന്ന് വേണം നമ്മൾ കരുതാൻ. പിന്നെ ഇവർക്കെതിരെയുള്ള കോമാളിത്തരങ്ങളൊക്കെ കുറച്ച് ഓവറാവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവർ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നത് നമുക്കറിയാത്തൊരു കാര്യമാണ്. രാസപരിശോധന ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന രാസപരിശോധനയുടെ ഫലം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരു നിമിഷം വരെ പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഇവരുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ കാണുമ്പോൾ ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഈ അമ്മയുടെ ഒരു സംസാരത്തെയൊക്കെ ട്രോളി കൊണ്ടാണ് ആൾക്കാർ വീഡിയോ ചെയ്യുന്നത്. അവർ പ്രായമായിട്ടുള്ളൊരു സ്ത്രീയല്ലേ, അവർ പെട്ടെന്ന് ഇത്രയും മീഡിയാസിനെയും അവരെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരാകെ പേടിച്ച് ആ ഒരു പേടിയിൽ അവർ വിളിച്ചു പറഞ്ഞതിനെയും അവരുടെ വിശ്വാസത്തെ ആ ഒരു ഓം എന്നുള്ള ഒരു വിശ്വാസത്തെയൊക്കെ അവർ മുറുകെ പിടിച്ചതിനെയൊക്കെ പരിഹസിക്കേണ്ട ഒരു കാര്യമില്ല. ഈ അമ്മ എന്തോ മറച്ചു വയ്ക്കുന്നു, അമ്മയെ ചോദ്യം ചെയ്താൽ മക്കൾ പിടിക്കപ്പെടും, അമ്മ സംസാരിക്കുമ്പോൾ മക്കൾ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് കമൻറ്റുകളും വീഡിയോകളും റീൽസുകളും ഞാൻ കാണുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമ്മ സംസാരിക്കുമ്പോൾ ഈ മക്കൾ കൈയൊക്കെ പിടിക്കുന്നതോ അല്ലെങ്കിൽ തടയുന്നത് പോലെ നമുക്ക് തോന്നുന്നതോ അമ്മയ്ക്ക് ചിലപ്പം ആൾക്കാരോട് എങ്ങനെയാണ് സംസാരിക്കണമെന്ന് അറിയുന്നുണ്ടാവില്ല. അവർ പ്രായമായൊരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ കുട്ടികളെപ്പോലെ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ അതേ രീതിയിൽ അത് എടുക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും മക്കൾ ഒരുപക്ഷെ അതിനെ തടയാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ തടയുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നതും ഒക്കെ. പിന്നെ അങ്ങനെ ആരെയും കളിയാക്കുന്നത് അടക്കി ആക്ഷേപിക്കുന്നതൊന്നും അത്ര നല്ല കാര്യമല്ല. ഈയിടെ ഒരു പൂജാരിക്ക് വാത കൂടി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവരുടെ വാർത്ത റിപ്പോർട്ടർ ചാനലാണ് വളരെ പ്രാധാന്യത്തോടെ പുറത്തു കൊണ്ടുവരുന്നത്. ഇവരുടെ വാർത്ത മാഞ്ഞു തുടങ്ങുമ്പോൾ വീണ്ടും പുതിയ എന്തെങ്കിലും വാർത്തകളായിട്ട് റിപ്പോർട്ടർ ചാനൽ രംഗത്ത് വരുന്നു. കുറച്ചും കൂടെ പ്രാധാന്യം റിപ്പോർട്ടർ ചാനൽ ഈ ഒരു ഫാമിലിക്ക് കൊടുക്കുന്നു എന്ന് വേണം കരുതാൻ. ഒരു പൂജാരിക്ക് വാത കൂടിയ വാർത്ത ഞാൻ ആദ്യം റിപ്പോർട്ടർ ചാനലാണ് ആ ഒരു വാർത്ത പുറത്തു കൊടുത്തത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ കാണുമ്പോൾ ഈ ഒരു കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തു എന്ന് വേണം പറയാൻ. എനിക്ക് മനസ്സിലാവുന്നത് ഈ എന്താ പറയുക, ഈ ഹൈന്ദവരുടെ ഒരു വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. അത് ഞാൻ സംസാരിക്കാതിരിക്കുന്നതും ആയിരിക്കും ബുദ്ധി. എന്നാൽ ഈ സ്വാമി ഇതിന് മുൻപൊരു ബ്രഹ്മ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലിലെ ആ ഒരു സ്വാമി വീഡിയോ ചെയ്തതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ശരിക്കും അന്ധവിശ്വാസമാണെന്ന്. ആ ഒരു വീഡിയോ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ആ പൂജാരിയൊക്കെ കുറച്ച് ഓവറാണ്. അയാൾ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ വാത കൂടിയെന്നൊക്കെ ആക്ട് ചെയ്തത്. പിന്നെ സുരേഷ് ഗോപി ഇവർക്ക് 2 പശുക്കളെ കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ സുരേഷ് ഗോപിയെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു
രാഷ്ട്രീയം നിലപാടുകളാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത്. ഇതിനു മുൻപ് വഖഫ് ബോർഡിൻ്റെ എല്ലൂരും എന്നൊക്കെ സിനിമ സ്റ്റൈലിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അയാളോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. അതിനു മുൻപേ അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് സന്ദർഭങ്ങളിൽ ദേഷ്യം തോന്നിയിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രസ്താവനകളൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയാത്തവയാണ്. എങ്കിൽ പോലും അദ്ദേഹം ഇവർക്ക് 2 പശുക്കളെ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, പ്രവർത്തനം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരു റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ബോച്ചെ ഒരു ഭിക്ഷക്കാരനോട് ജോലി തരട്ടെ എന്ന് ചോദിക്കുമ്പം ആ ഭിക്ഷക്കാരൻ ദേഷ്യം പിടിച്ച് പിന്നോട്ടേക്ക് പോകുന്നത്. അതുപോലെയാണ് സുരേഷ് ഗോപി പശുക്കളെ കൊടുത്തത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർക്ക് അവിടെ ഒരു ജീവിത മാർഗം സുരേഷ് ഗോപി കാണിച്ചു കൊടുത്തു. മറ്റ് ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ പരിഹാസ കഥാപാത്രങ്ങളായി മറ്റു ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ പരിഹാസ കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുന്നതിനേക്കാട്ടിലും നല്ലത് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സുരേഷ് ഗോപി ആ ഒരു പശുക്കളെ നൽകിയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ പരിഹസിച്ചതല്ല കേട്ടോ ഒരു കുടുംബത്തെ. ഭിക്ഷക്കാരോടൊന്നും ഞാൻ ഇവരെ ഉപമിച്ചിട്ടേ ഇല്ല. അങ്ങനെ കേൾക്കുന്നവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. താങ്ക് യു.